സ്വാഗതം സഹൃദയരെ. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കേരളത്തിലെ കാഴ്ച പരിമിതരുടെ സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ പ്രതീകമായി 1967 തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം സർക്കാർ അന്ധവിദ്യാലയത്തിൽ വെച്ച് UDHI സംഘടന ഇന്ന് ലോകത്തെ ശ്രദ്ധേയമായ കാഴ്ചയില്ലാത്തവരുടെ മാത്രമായ ജനാധിപത്യ സംഘടനയായി വർക്ക് ചെയ്യുകയാണ്. ഏകദേശം 7000-ഓളം കാഴ്ചയില്ലാത്തവർ ഈ സംഘടനയിലുണ്ട്. ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയുടെ അവാർഡുകൾ കരസ്ഥമാക്കിയ ഈ സംഘടനയ്ക്ക് വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ പരിശീലന മേഖലയിലും അഗതി സംരക്ഷണ മേഖലയിലും സ്ഥാപനങ്ങളുണ്ട്. കാഴ്ചയില്ലാത്ത ഒരു കുട്ടി ജനിച്ചത് മുതൽ ആ വ്യക്തിയുടെ അവസാനം വരെയുള്ള സേവനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്ഥാപനങ്ങളാണ് ഈ സംഘടന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്വാളിറ്റി, ഓപ്പർച്യൂണിറ്റി, സെക്യൂരിറ്റി എന്ന മുദ്രാവാക്യവുമായി ഒരേ സമയം അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയും അതേസമയം ഉത്തരവാദിത്വവും കൂടി സേവന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്. ഈ പ്രസ്ഥാനത്തിന് 14 ജില്ലകളിലും യൂണിറ്റുകളുണ്ട്. കൂടാതെ താലൂക്ക് തലങ്ങളിലുള്ള യൂണിറ്റുകൾ വേറെയും. ഓരോ വിഭാഗങ്ങൾക്കുമായി പ്രത്യേകം ഫോറങ്ങളും ഉണ്ട്. യൂത്ത് ഫോറം, ടീച്ചേഴ്സ് ഫോറം, എംപ്ലോയീസ് ഫോറം, ലോട്ടറി ഫോറം, വനിതാ ഫോറം, സ്റ്റുഡൻസ് ഫോറം തുടങ്ങിയ എല്ലാ ഫോറങ്ങളും ഈ സംഘടനയുടെ കുടക്കീഴിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സേവന പ്രവർത്തനങ്ങളിൽ വളരെ സ്തുത്യർഹമായ കാര്യങ്ങളാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കാഴ്ചയില്ലാത്തവർക്ക് തടസ്സരഹിതമായി വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബ്രെയിൽ ഡമ്മി ബാലറ്റ് പേപ്പർ തയ്യാറാക്കൽ, ബ്രെയിൽ ലിപിയിൽ തടസ്സരഹിതമായി കാഴ്ചയില്ലാത്തവർക്ക് തീയതികളും മറ്റു വിശേഷങ്ങളും അറിയുന്നതിനുള്ള ബ്രെയിൽ കലണ്ടർ തയ്യാറാക്കൽ, കാഴ്ചയില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ബ്രെയിൽ പാഠപുസ്തകങ്ങൾ സൗജന്യമായി സർക്കാർ സഹായത്തോടുകൂടി വിതരണം ചെയ്യൽ തുടങ്ങിയവ വളരെ പ്രശസ്തമായ പ്രോജക്റ്റുകളാണ്. സംഘടനയുടെ കീഴിൽ നിരവധി സ്ഥാപനങ്ങൾ പ്രോജക്റ്റുകളും വേറെയും പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലാതലത്തിലുള്ള തൊഴിലധിഷ്ഠിത പ്രോജക്റ്റുകൾ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൻ്റെ ആസ്ഥാനത്തിൽ 2 ബ്രെയിൽ പ്രസ് പ്രവർത്തിക്കുന്നു. ഒരു കാഴ്ചയില്ലാത്ത വ്യക്തിക്ക് തടസ്സരഹിതമായി ബ്രെയിൽ ലിപിയിൽ എന്തെല്ലാം ലഭ്യമാക്കേണ്ടതുണ്ട് അതെല്ലാം ലഭ്യമാക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ ഫെഡറേഷനുണ്ട്. സർക്കാർ ഏജൻസികൾ, ബാങ്കുകൾ, സന്നദ്ധ സംഘടനകൾ ഇവരെല്ലാം ബ്രെയിൽ ലിപിയിലേക്കുള്ള ആർട്ടിക്കിളുകളും പുസ്തകങ്ങളും പ്രിന്റ് ചെയ്യുന്നതിനും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിനെ സമീപിക്കുന്നു. കൂടാതെ ഈ സംഘടനയുടെ കീഴിൽ കണ്ണൂർ ജില്ലയിൽ മറ്റൊരു ബ്രെയിൽ പ്രസ്സും പ്രവർത്തിക്കുന്നുണ്ട്. കാഴ്ചയില്ലാത്തവരുടെ വിദ്യാഭ്യാസപരവും തൊഴിൽപരവുമായി ഉള്ള നിയമപരമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി നിയമ പോരാട്ടവും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയുള്ള വിദ്യാലയങ്ങളിൽ അധ്യാപകരാകാൻ പോലും നിഷേധിക്കപ്പെട്ട ഈ വിഭാഗത്തിന് ഇന്ന് സർവകലാശാലയിലെ അധ്യാപകരായി, ബാങ്ക് മേഖലയിലെ ജീവനക്കാരായി ജോലി ചെയ്യാനുള്ള അവസരം നേടിക്കൊടുത്തത് ഫെഡറേഷൻ്റെ നിയമ പോരാട്ടം കാരണമാണ്. സിവിൽ സർവീസ് മേഖലയിൽ പോലും കാഴ്ചയില്ലാത്തവർ ഇന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ അടിസ്ഥാന കാരണം കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൻ്റെ നിയമ പോരാട്ടമാണ്. ഇന്ന് നിരവധി വിദ്യാലയങ്ങളിലെ പ്രഥമ അധ്യാപകരായും വിദ്യാഭ്യാസ ഓഫീസർമാരായും കാഴ്ചയില്ലാത്ത സുഹൃത്തുക്കൾ ജോലി ചെയ്യുന്നു. കാഴ്ചയുള്ള ലക്ഷക്കണക്കിന് കുട്ടികളെ പഠിപ്പിക്കുന്ന നൂറുകണക്കിന് കാഴ്ചയില്ലാത്ത അധ്യാപകർ സംസ്ഥാന വ്യാപകമായി
അധ്യാപക സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വിഭാഗത്തിൽ വളരെ പാവപ്പെട്ട തൊഴിൽ രഹിതരായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു വിഭാഗമാണ്. അവർക്ക് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നു. നല്ലവരായ വ്യക്തികളുടെയും സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സഹായ സഹകരണം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാഴ്ചയുള്ളവരുടെ മേഖലയിൽ പോലും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. RCCയിലേക്ക് രക്തദാനം ചെയ്യുന്നതിന് നമ്മുടെ യുവാക്കൾ സന്നദ്ധരായി. അതുപോലെ പാലക്കാട് ജില്ലയിലെ ഹോസ്പിറ്റലിലെ നിർധനരായ അമ്മമാർക്ക് വേണ്ടിയുള്ള ഭക്ഷണം നൽകുന്നതിനും ഉൾപ്പെടെയുള്ള സേവനങ്ങൾ പൊതുസമൂഹത്തിൽ ചെയ്യുന്നത് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൻ്റെ പ്രത്യേകതയാണ്. ഒരു വർഷത്തിൽ മിക്ക ദിനങ്ങളിലും ഏതെങ്കിലും ജില്ലയിലോ താലൂക്കുകളിലോ സംസ്ഥാന തലത്തിലോ ഒക്കെ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൻ്റെ സേവനം തിളങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഈ സേവനം വ്യാപിപ്പിക്കുന്നതിനും കാഴ്ചയില്ലാത്ത എല്ലാ വ്യക്തികളെയും സ്വയം പര്യാപ്തമാക്കുന്നതിന് വേണ്ടിയും സമൂഹത്തിൻ്റെ എല്ലാവരുടെയും സഹായവും സഹകരണവും അനിവാര്യമാണ്. അവകാശങ്ങൾക്ക് പോരാടുമ്പോൾ തൊഴിൽ സംവരണവും ഭിന്നശേഷി പെൻഷനും ലോട്ടറി തൊഴിലാളികൾ നേരിടുന്ന ലോട്ടറി തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം എല്ലാം നിരന്തരം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു. 2025-26 പഠന ലിസ്റ്റിലും ഇത് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട സാമൂഹ്യനീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അവർ നിവേദനം നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്ന് പെൻഷനുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ ഏകീകരണം വേണമെന്ന്, കാഴ്ചയില്ലാത്തവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് നൽകണമെന്ന്, അതുപോലെ ഇൻകം ടാക്സ് കൺസെഷൻ ഉണ്ടായിരുന്നത് പുനഃസ്ഥാപിക്കണമെന്ന് എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അവർ നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീമുകൾ ഉൾപ്പെടുത്തിയുള്ള പദ്ധതികളും നടപ്പാക്കാൻ വേണ്ടി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. ഡെവലപ്മെന്റ് ഫോർ ആക്സസിബിൾ ലേണിംഗ് മെറ്റീരിയൽ ഡൻമ എന്ന പ്രോജക്റ്റ് സാമൂഹ്യ ശാക്തീകരണ മന്ത്രാലയം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ആണ് നമ്മുടെ ബ്രെയിൽ പ്രസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തു തന്നെ ടോക്കിംഗ് ബുക്ക് സ്റ്റുഡിയോ, കാഴ്ചയില്ലാത്തവർക്ക് കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വ്യക്തികൾക്ക് ടോക്കിംഗ് ബുക്കിൽ ഓഡിയോ പുസ്തകങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യം വികസിച്ചു വരികയാണ്. ഡെൽമ പ്രോജക്റ്റിൻ്റെ സഹായ സഹകരണത്തോടെയാണ് കേന്ദ്ര ഗവൺമെൻറ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിലേക്ക് ഈ സഹായം നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രവർത്തനം വിപുലമായാൽ കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിക്ക് ഏത് രീതിയിലും വിദ്യ അഭ്യസിക്കുന്നതിനും വിജ്ഞാനം സമ്പാദിക്കുന്നതിനും സഹായകമാണ്. എല്ലാവരും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അവരാൾ ആവുന്ന എല്ലാ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. ഞാൻ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KM അബ്ദുൽ ഹക്കീം. ഈ യൂട്യൂബ് ചാനലിലൂടെ കാഴ്ചയില്ലാത്തവരുടെ സാമൂഹ്യ മുന്നേറ്റവുമായി ബന്ധപ്പെട്ടു, സേവന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടു, അതുപോലെ ഗവൺമെൻറ് സേവനങ്ങൾ, മറ്റു സന്നദ്ധ പ്രവർത്തകരുടെ സേവനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ എല്ലാം ഈ ചാനലിലൂടെ അറിയിക്കുമെന്ന് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഏത് സമയത്താണ് നമ്മുടെ കാഴ്ചയുടെ ശക്തി കുറയുക എന്ന് ആർക്കും അറിയില്ല. എന്നാൽ കാഴ്ച ശക്തി കുറയാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.